പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പാചകമല്ല. ഇപ്പം നമ്മുടെ നിലവിളക്കുകളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് വെളുപ്പിച്ചെടുക്കണ്ടേ. പക്ഷെ ഞാൻ എൻ്റെ തൂക്ക് വിളക്ക് ഞാൻ മുൻഭാഗത്ത് കത്തിക്കണ വിളക്ക് ഞാൻ എന്നും തേച്ചിട്ടുണ്ട് കേട്ടോ, വിളക്ക് കത്തിക്കുക. പക്ഷെ ഇപ്പം ഞാൻ എടുക്കാറില്ല. എന്താ വെച്ചാൽ ഉമ്മറത്ത് കൊണ്ട് വയ്ക്കുമ്പോഴേക്കും കാറ്റ് വന്ന് കെടും, പിന്നെ മഴയാണല്ലോ, അപ്പോൾ നമുക്കത് പറ്റാണ്ടായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കാം. ഇപ്പോൾ 2 വിളക്കെടുത്തിട്ടുണ്ട്, അതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു തുണി കൊണ്ട് അതിന് എണ്ണയൊക്കെ കളയണം. ഞാൻ ഇതിലേക്ക് മിക്കതും വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുക. എണ്ണ ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ പശ പോലെ വരും. 2 വിളക്കിൻ്റെ എടുക്കാം. ഒന്ന് സാമിപ്പോട്ടത്തിൻ്റെ അവിടെ കത്തിക്കണതും, ഒന്ന് നമ്മൾ തൂക്ക് വിളക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്കായിട്ട് ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്, അത് മതി. ഇതിലേക്ക് സബീന ഈ പൊടി ഉണ്ടല്ലോ, ഇത് ബാത്റൂമിലേക്കും ബാത്റൂം കഴുകാനൊക്കെ ടൈലൊക്കെ നല്ലോണം വെളുത്ത് കിട്ടും കേട്ടോ. ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ തേക്കണത്. പെട്ടെന്ന് വെളുത്ത് കിട്ടും കേട്ടോ. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, വല്ലാണ്ടിട്ട് ഉരച്ചുരച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിലേക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വയ്ക്കാം. വേണമെങ്കിൽ ഈ നാരങ്ങയുടെ തൊണ്ടിട്ടിട്ട് തന്നെ ഉരയ്ക്കാം, അല്ലെങ്കിൽ സ്ക്രബ്ബർ ഇട്ടിട്ട് പതുക്കെ തേച്ചാൽ മതി. അപ്പോഴേക്കും വെളുത്തു സ്വർണ്ണം പോലെ തിളങ്ങുന്ന പറയില്ലേ, സ്വർണ്ണം പോലെ തിളങ്ങി കിട്ടും കേട്ടോ. വെറുതെ ഒന്ന് ഉരച്ചാൽ മതി, അപ്പോഴേക്കും വെളുക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ സ്ക്രബ്ബർ കൊണ്ട് ഒന്നുകൂടി വെറുതെ ഒന്ന് ഉരച്ചു കൊടുക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കഷ്ടപ്പാടും ഇല്ലാണ്ട് വിളക്ക് വെളുപ്പിക്കാം. കണ്ടോ, നല്ലോണം വെളുത്തു കേട്ടോ. ഒന്ന് തൊട്ടോളൂ, വെറുതെ ഒന്ന് ചുറ്റി ഒന്ന് തേച്ചോളൂ കേട്ടോ, അപ്പോഴേക്കും വെളുത്തു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടെ. ഈ പാചകം ചെയ്തേ എല്ലാവരും ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, പലചരക്ക് കടയിൽ കിട്ടും ഈ പൊടി കണ്ടോ. വെറുതെ ഒന്ന് തിരിച്ചോളൂ കേട്ടോ, പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാണ്ട് ഞാനൊന്ന് തേച്ചോളൂ കേട്ടോ, അപ്പോഴേക്കും അത് വെളുത്തു. ഇത് ഈ വിളക്ക് ഇത്തിരി വെളുക്കാൻ ബുദ്ധിമുട്ടാട്ടോ, അപ്പോൾ സ്ക്രബ്ബർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇത് പെട്ടെന്ന് ഞാൻ എടുക്കാറില്ല ഈ വിളക്ക്. വേറെ ചെറിയ വിളക്കുണ്ട് കേട്ടോ എനിക്ക്, അതാണ് സാമിപ്പോട്ടത്തിൻ്റെ അവിടെ കത്തിക്കാറ്. ഇപ്പം ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും എടുക്കുള്ളൂ കേട്ടോ. അത് കണ്ടോ എത്ര വേഗം വെളുത്ത നോക്ക്. പുളി ഉപ്പൊന്നും ഞാൻ എടുക്കാറേ ഇല്ല, ഈ സബീന മാത്രം. ഇനി ഇത് കഴുകിയെടുക്കാം കേട്ടോ. കണ്ടോ നല്ലോണം വെളുത്ത് കിട്ടിയിട്ടാ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ തൂക്കിയിടുന്ന വിളക്കുണ്ട് കേട്ടോ, അത് ഞാൻ എന്നും കഴുകി ഇട്ടിട്ടാണ് കത്തിക്കാട്ടോ. ഇപ്പം മഴ ചെയ്യാറ് നമുക്കവിടെ കത്തിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ്. കാറ്റ് വന്നാൽ അപ്പം കിടും, പിന്നെ വെള്ളം അങ്ങോട്ട് വീഴുമായിരിക്കും. കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെളുത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടി. അപ്പം എല്ലാവരും ചെയ്ത് നോക്കട്ടോ. ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. അത് ബാത്റൂമിൽ നമ്മൾ കുളിച്ചിട്ട് എണ്ണയൊക്കെ പരട്ടി കുളിക്കുമല്ലോ, അപ്പോൾ ഇത്തിരി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി വെതറി കൊടുത്തിട്ട് കാലുകൊണ്ടൊന്ന് സ്ക്രബ്ബർ കൊണ്ട്, നമ്മളെ ചെറിയ സ്ക്രബ്ബർ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് കാല് വെച്ചിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെഴുക്കൊക്കെ പോയി കിട്ടും. നമ്മൾ മറ്റേ എന്താ പറയുക, ലൈസോളോ പിന്നെ സോപ്പ് പൊടി ഒന്നും ഇട്ട് ഉരയ്ക്കണ്ട, ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.